നമുക്കിന്ന് ഒരു ക്യാരറ്റ് കൊണ്ടുള്ള ഒരു ഡെസേർട്ട് ഉണ്ടാക്കാം. ക്യാരറ്റ് സാബുദാനായും ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഖീർ, ഒരു പായസം. അതെങ്ങനെയെന്ന് നോക്കാം. 200 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 50 ഗ്രാം സാബുദാന അല്ലെങ്കിൽ ചൗരി, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള 150 ഗ്രാം ജാഗറി ശർക്കര, പിന്നെ ബദാം, കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ കാടമം, വെള്ളം. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. 1/2 ലിറ്റർ പാല് ഇത് കൂടെ ചേർത്ത് വേണം ഈ ഖീർ, ഈ പായസം ഉണ്ടാക്കാനായിട്ട്. നമുക്ക് സ്റ്റൗവിലേക്ക് പാൻ വെച്ച്, പാൻ ചൂടായപ്പം നെയ്യ് ഒഴിച്ചു. അത് ചൂടായി. ഇനി നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാക്കി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കിസ്മിസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ കോരിയെടുക്കുക. ഇതെല്ലാം വറുത്ത് കോരിയെടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കും. ഇതൊരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റ് ഒന്ന് ആവി കയറി വേവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. പിന്നെ ഈ കത്തിൽ ക്യാരറ്റ് ഇത് വഴറ്റിയെടുത്ത പാത്രത്തിലോട്ട് തന്നെ ഈ പാലൊഴിച്ച്, 1/2 ലിറ്റർ പാലുണ്ട്. ഈ 1/2 ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചൗരി ഇട്ട് കൊടുക്കാം. സാബുദാന 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച ചൗരിയാണ്. ഇതൊരു 3-4 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് വേവട്ടെ. ഇത് ചൗരി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്നത് വെന്തതിൻ്റെ ലക്ഷണമാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ക്യാരറ്റും ചൗവരി പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി ഇതൊന്ന് യോജിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇത് ഏലക്കായ ഇട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അധിക സമയം സ്റ്റൗവിൽ വെക്കേണ്ട കാര്യമില്ല. ഇനി ഇതൊന്ന് പാലൊന്ന് ചെറുതായിട്ടൊന്ന് ആവി പോയിട്ട് ആറിയിട്ട് വേണം ശർക്കര ചേർക്കാനായിട്ട്. അല്ലെ ആ ചൂടോടെ ശർക്കരയും പാലും കൂടെ ക്യാരറ്റും എല്ലാം കൂടെ ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്പം ഒന്ന് ആറിയിട്ട് ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കര ഇതിനകത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന പറങ്കേണ്ടി, ബദാമും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ബദാമും പറങ്കേണ്ടിയും കിസ്മിസും എല്ലാം ചേർത്ത് അങ്ങനെ ക്യാരറ്റ് സാബുദാന ഖീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് പകർത്താം. അങ്ങനെ ക്യാരറ്റ് സാബുദാന ഖീർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്വാദുണ്ട്.
ട്രൈ ചെയ്ത് നോക്കുക.